ബ്രാഹ്മി ഓരോ വ്യക്തികൾക്കും ഈ സൃഷ്ടിയുടെ ജീവന്റെ ജീവിക്കാനുള്ള നിർബന്ധ പ്രയത്നത്തിൽ നിന്ന് ഒരു വ്യക്തി എന്നാണോ കാലചക്രത്തിനപ്പുറത്തേക്കുള്ള ഒന്നിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ നിമിഷം അവരുടെ മുന്നിലേക്ക് ബ്രാഹ്മി മാർഗമുണ്ട്. ബ്രാഹ്മിയുടെ അടിസ്ഥാന ലക്ഷ്യം ഓരോ ജീവാത്മാവും ആ ഈശ്വരീയ തത്വവുമായി ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള മാർഗമാണ്. ബ്രാഹ്മി ആരംഭിക്കുന്നത് ഒരു ഉയർന്ന യോഗിയുടെ നിമിത്തത്തിലൂടെയാണ്. യോഗി പരമ്പരയുടെ ഒരു വലിയ ആഗ്രഹമാണ് ബ്രാഹ്മി. 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടം ഈ ഒരു ആത്മീയ പ്രക്രിയയിലൂടെ ഞാൻ കടന്നു പോവുകയും എൻ്റെ ജീവന്റെ പ്രാണൻ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിമിതിക്കപ്പുറമുള്ള ഓരോന്നാന്നുള്ളത് മനസ്സിലാക്കുകയും ഞാൻ പലരിലേക്കും അറിയാതെ എൻ്റെ ഇന്റൻഷൻ ഇല്ലാതെ തന്നെ ഞാൻ എത്തിപ്പെടുകയും ചെയ്തു. ഞാൻ എത്തിപ്പെട്ടവരിലെല്ലാം തന്നെ എൻ്റെ ഉള്ളിൽ അനുഭവിച്ചതെല്ലാം തന്നെ അവരെ അനുഭവിപ്പിക്കാനും സാധിച്ചു. ബ്രാഹ്മിയില് എപ്പോഴും ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഉള്ളൂ. ബ്രാഹ്മി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉയർന്ന ഒരു മാർഗത്തിലേക്കും കൂടിയാണ് കടക്കുന്നത്. അനന്തനാഗസ്വാമി പ്രാണപ്രതിഷ്ഠ, 7 ചക്രങ്ങളില് ഉയർന്ന മാനത്തില് ഒരു വ്യക്തിക്ക് ഏറ്റവും ഉയർന്ന ഡയമെൻഷനില് സമാധിയിലേക്ക് കടക്കുവാനായിട്ടുള്ള മാർഗത്തിനുള്ളൊരു രീതിയുമാണ് തുറക്കപ്പെടുന്നത്. അതിലേക്ക് അടുക്കുന്നതും അതിലേക്ക് മറ്റുള്ളവരെ തയ്യാറെടുപ്പിച്ചുകൊണ്ടും പൊക്കോണ്ടിരിക്കുന്ന ഒരു മാർഗവും കൂടിയാണ്. ആ ഒരു മാനത്തിലേക്ക് പോവാനും അതിലൂടെ ഒത്തിരിയും ആൾക്കാർക്ക് എന്താണ് ഈ ആത്മീയതയുടെ പൂർണ്ണത്വം എന്നുള്ളത് തിരിച്ചറിയാനും സാധിക്കുന്ന ഒരു ലക്ഷ്യത്തിലൂടെയാണ് ബ്രാഹ്മിയിലെ ഈ യാത്ര ഞാനും എൻ്റെ ഒപ്പമുള്ളവരും സഞ്ചരിക്കുന്നത്. ബ്രാഹ്മി ആരംഭിച്ച ആ നാൾ മുതൽ ബ്രാഹ്മിയുടെ ലക്ഷ്യം സദ്ഗുരു ശ്രീ ബ്രഹ്മൻ, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹമാണ് ഈ ആത്മീയതയുടെ പൂർണ്ണത്വം. ജീവന്റെ 7 ചക്രങ്ങളെയും എനിക്ക് മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാ വിദ്യകളും, ആ ഒരു വിദ്യയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് നൽകുന്നത് അദ്ദേഹത്തിന്റെ ഉയർന്ന മാനമായുള്ള ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ ശരീരത്തിൽ തുടരുന്നത്. ആ ഒരു മാനത്തില് സഞ്ചരിക്കുമ്പം അദ്ദേഹം എല്ലാവർക്കുമായിട്ട് ഏതൊരു ജീവാത്മാവിനും കാലചക്രത്തിനപ്പുറം സൃഷ്ടിപദവുമായിട്ട് ലയിക്കാൻ ആഗ്രഹിക്കുമ്പം അദ്ദേഹത്തിന്റെ മാനമാണ് ശിവയോഗയുടെ 4 ഘട്ടങ്ങൾ. അതിലേക്ക് ഇന്നും സൂക്ഷ്മത്തിൽ നിലനിൽക്കുന്ന സദ്ഗുരു ശ്രീ ബ്രഹ്മൻ അദ്ദേഹത്തിന്റെ കൃപയോടുകൂടി അദ്ദേഹത്തിന്റെ ഇന്റൻഷനാണ് ബ്രഹ്മവിദ്യ. ആ ഒരു ദീക്ഷ എടുക്കുകയും ആ ഒരു ദീക്ഷയിലൂടെ ഓരോ വ്യക്തികൾക്കും ബ്രഹ്മപദം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സുമാണ്. ജീവനെ അടിസ്ഥാനപ്പെടുത്തുന്നത് എപ്പോഴും മോശമാണ്, മുക്തിയാണ്. എന്നാൽ ഈ ജീവൻ, ഈ ആത്മീയ പ്രസ്ഥാനം ബ്രാഹ്മി എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷകരമായി, എത്രത്തോളം ആനന്ദകരമായി പോകാനായിട്ടുള്ള ഒരു മാർഗമാണ്. വളരെ ഈസി ആക്കി തീർക്കുവാണ് നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള മാർഗം. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് അതിനുവേണ്ടി ബ്രാഹ്മി 21 days പോലുള്ള സാധനയും ഉയർന്ന സ്പിരിച്വൽ അനുഭവം തരുന്ന സാധന പ്രക്രിയ ഓൺലൈനിലൂടെ നടത്തുകയും അതേപോലെ തന്നെ ഇതെല്ലാം ബിഗിനിങ് സ്റ്റേജിൽ ഒരാൾ അനുഭവിച്ചു വന്ന് ശക്തിക്രിയ പോലെയും ബ്രാഹ്മി 21 days പോലുള്ള പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു വന്ന് ശിവയോഗയുടെ കായ്കൽപ്പ, നാഥാരാധന, രാജയോഗ, ഒരു വ്യക്തി രാജയോഗയിലേക്ക് എത്തുകയും അത് പരിശീലനം കൊണ്ട് 2 വർഷം കൊണ്ട് ബ്രഹ്മവിദ്യ അവർ മാനസികപരമായി അവര്
ശരീരപരമായി അവർ ആ തലത്തിനെ അനുഭവിച്ച് അവരുടെ പരിമിതികൾക്കെല്ലാം അപ്പുറം അവർ സ്പന്ദിച്ചു കഴിയുമ്പം അവർക്ക് എപ്പോഴും ആവശ്യം അതിലേക്ക് എത്തിച്ചേരാനായിട്ടൊരു മുക്തിദീക്ഷയാണ്. അതിനാണ് അവർക്കൊരു മുക്തി ഗുരുവായി ഞാൻ ഇവിടെ ഇരിക്കുന്നതും അവരെ ആ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുവാനായിട്ടും. എല്ലാവർക്കും അവകാശപ്പെടുന്നതാണ് ഈ ഒരു നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥ. അത് ഈ മാനത്തെയാണ് ഞാൻ എൻ്റെ ആത്മബോധത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു തിരിച്ചറിവ് എല്ലാവരിലും സംഭവിക്കുന്നതാണ്. ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയും എല്ലാവർക്കും തന്നെ ഈ പരിമിതികൾക്കപ്പുറം, ശരീരത്തിന്റെ മനസ്സിന്റെ പരിമിതികൾക്കപ്പുറം വേറെ ഒന്നുമായി ചേരാന്നുള്ള തിരിച്ചറിവിലാണ് ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ബ്രാഹ്മി നിങ്ങൾക്കായി ഞാൻ നൽകിയിരിക്കുന്ന ഒരു വലിയ സമർപ്പണമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയാണ് ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസ്. ഇവിടെ നിങ്ങൾ സൃഷ്ടിചക്രത്തിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുമായി ചേരാം. ഇത് നിങ്ങളെ ആ ഒരു പരമാനന്ദ ലഹരിയുടെ ആ ഉയർന്ന ബോധത്തിലേക്ക് നിങ്ങളെ ലയിപ്പിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ദീപ. ഞാനും എൻ്റെ ഫാമിലിയും ബ്രാഹ്മി മെഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 21 days കോഴ്സിന്. പിന്നെ വാത്മീകി സർപ്പസേവ ഞങ്ങളുടെ വീട്ടില് ചെയ്തു. പിന്നെ ഇപ്പം അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അത്രയും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പൂർണ്ണാംഗിയില് 6 months കോഴ്സിനും ജോയിൻ ചെയ്തു. ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല, എന്റെ ബ്രദേഴ്സ് 3 പേരും അവരുടെ ഫാമിലിയും ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യിപ്പിച്ചു. കാരണം അത്രയും എഫക്റ്റീവായ ഒരു കോഴ്സായിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ബ്രാഹ്മി സ്റ്റാർട്ട് ചെയ്ത് ഒരു വിതിൻ 2-3 days അതിന്റെ ചേഞ്ചസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി. ഞാൻ ഇപ്പം എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്റെ കൊളീഗ്സ് ഒക്കെ എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, എന്താ ഇപ്പൊ അങ്ങനെ ടയർഡൊന്നും അല്ലല്ലോ, ഭയങ്കര എനർജി തോന്നുന്നു, ഇപ്പൊ മീറ്റിംഗ്സും അങ്ങനെയൊക്കെ കുറവാണോ, അല്ലെങ്കിൽ ഫുഡ് അധികം കഴിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. അത്രയും വിസിബിൾ ആയിരുന്നു ആ ഒരു എനർജി ലെവല്. അങ്ങനെ പിന്നെ കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുക. അപ്പൊ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്വാണ്ടം ഓഫ് വർക്ക് ആദ്യം ചെയ്യുന്നതും ഇതും വെച്ചിട്ട് ഭയങ്കര ഒരു ഡിഫറൻസ് വന്ന ആ ഒരു ഔട്ട്പുട്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ കൂളായിട്ടും ഹാപ്പി ആയിട്ടും ഡേയ്സ് കടന്നു പോകും. പെട്ടെന്ന് ഡേയ്സ് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നു. ഞാൻ കോഴിക്കോടാണ് എന്റെ വീട്, പക്ഷെ വർക്ക് ചെയ്യുന്നത് ഇപ്പം അവിടെയല്ല, ആൻഡമാനിലാണ്. അപ്പൊ ഞങ്ങള് ഓരോ ദിവസവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു. പിന്നെ സ്ലീപ്പ്, അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. ഉറക്കം നല്ല ആ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ തുടങ്ങി. പെട്ടെന്ന് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ചേഞ്ചസും ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മെഡിറ്റേഷൻ പറഞ്ഞ് ആദ്യം തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി കുറെ ഇങ്ങനെ നമ്മൾ പേഴ്സണലായി പോയും ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടി കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനിപ്പം ഓക്കെ ആണ് എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് ഈ കോഴ്സിൽ ചേർന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ കുണ്ടലിനി റേസ് ചെയ്യുക, ചക്രാസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുക എന്നല്ലാതെ അത് എന്താണെന്ന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായത്. അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഞാന് ഹസ്ബൻഡിന്റെ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മുരളി. ഞാനും ബ്രാഹ്മിയില് ഒരു 21 days കഴിഞ്ഞു. പിന്നെ അതേമാതിരി ഇപ്പം പൂർണ്ണാങ്കയിലും ജോയിൻ ചെയ്തിട്ട്. അപ്പൊ നമ്മളെ ബ്രാഹ്മിയിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് വീണ്ടും ആ പൂർണ്ണാങ്കയില് 6 months ജോയിൻ ചെയ്തത്. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മറ്റുള്ള പല സാധനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഓരോ ചക്രങ്ങളെയും അങ്ങനെ നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മളെ ഒരു പ്രൊഫഷണൽ ലെവലിലൊക്കെ നമുക്ക് നല്ല ഒരു പോസിറ്റിവിറ്റി ആണുള്ളത്. പിന്നെ അതേമാതിരി ഈ ഇതിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സിനുള്ള ഒരു ധൈര്യമൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്
മറ്റുള്ളവർക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത്. അതുകൊണ്ട് നമ്മളെ ഈ ഗുരുജി ഡയറക്റ്റായിട്ട് ഇതിനെ നമ്മളെല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു അനുഭവമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഇപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു പേഴ്സണലി ഓരോരുത്തരെയും കെയർ ചെയ്തും കൊണ്ടും അവര് ശരിക്കും ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന അതേ എഫക്റ്റില് ഇപ്പം ഓരോ കാര്യത്തിലും ഇടപെട്ട് പിന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഇഷ്യൂസ് പറയാനും അതിനൊരു സൊല്യൂഷൻ അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ നമുക്ക് സ്വന്തം എന്നുള്ളൊരു ഭയങ്കര ഫീല് വരുന്നുണ്ട്. ഇപ്പം സംസാരിക്കുമ്പോഴും ആ ഒരു നമ്മുടെ കാര്യം സ്വന്തം കാര്യം പോലെ എടുത്ത് കൺസിഡർ ചെയ്തു വരുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു ഭാഗ്യവും അനുഗ്രഹവും ലഭിക്കട്ടെ. അതെ, നമ്മുടെ ആ ഒരു ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ അൾട്ടിമേറ്റ് സൊല്യൂഷൻ മെഡിറ്റേഷൻ അല്ലെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലോ. അത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യാണ്. Thank you so much for Guruji and this opportunity. ഒരു ആത്മീയത മനസ്സിലും ശരീരത്തിലൊക്കെ നിറഞ്ഞ് ഒരു എനർജി ഫീൽ ചെയ്തത് ഇത് ചെയ്തതോടുകൂടിയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത, ഞാൻ സത്യത്തിൽ ആദ്യം എന്തോ ഭയങ്കര എനിക്ക് താങ്ങാൻ പറ്റായിട്ട് വീണ് പോകാം. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ കരച്ചിൽ വന്നു. കുറേ നേരമായിട്ട് കരഞ്ഞ് കണ്ണെന്ന് തന്നെ ഫുള്ളായിട്ട് ഇവിടെ വന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ചിരിയാണ്, ഉറക്കെ പൊട്ടി ചിരിച്ചാണ്. മര്യാദയോളം ഞാൻ ഒന്നും തടസ്സം വെച്ചില്ല, ഒക്കെ ഞാൻ ആസ്വദിച്ചു. ഗൂഗിൾ മീറ്റ് വഴി ആദ്യമായിട്ട് ക്ലാസ് നടത്തിയിട്ട് എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലാണ് തോന്നുന്നു ഇവിടെ ഭയങ്കര വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് വഴി നമ്മളത് ഗുരുജിയുടെ ഇത് കേട്ടിട്ട് നമുക്ക് ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റി. ഇന്നലെ എനിക്ക് ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ഇവിടെ ഭയങ്കര ഒരു വിങ്ങൽ പോലെ ഇങ്ങനെ കൈ തൊടുമ്പോൾ തന്നെ നമുക്ക് ഓറേര ഇത് കൈമ തടയും. അത്ര ഉറങ്ങാണ്ട് കുറേ നേരം കിടന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ ഉറങ്ങി. അത്രയധികം നല്ലൊരു ഫീലിംഗ് വന്നിട്ടുണ്ട് ഗുരുജിയുടെ ക്ലാസ്. ഗൂഗിൾ മീറ്റ് വഴി നമുക്കത് കിട്ടാന്നാണെങ്കിൽ അത് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പലവരുടെ നിന്നും അത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഫീലിംഗ് ആദ്യമായിട്ടാണ്. നല്ലൊരു എനർജി കിട്ടിയിരുന്നു. എനിക്ക് ഈ കോഴ്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എക്സിസ്റ്റൻസിലേക്ക് അലിയുന്ന പോലെ ഒരു പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനിയും ഇതിൽ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷകരവും വളരെ സംതൃപ്തികരവും വളരെയധികം സമാധാനം പൂർണ്ണമായ ഒരു മനസ്സോടുകൂടി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര വിജയം തന്നെയാണ് എന്നുള്ള തരത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത്തരം ഒരു സാധനാക്രമം പ്രിയപ്പെടുത്തി തന്ന ശ്രീ ബിജു സാറിനോടും ഈ കോഴ്സ് കണ്ടക്ട് ചെയ്ത അവിടുത്തെ പൂജനീയ ഗുരുവിനോടും മറ്റുള്ള എല്ലാവരോടും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ജീവിതത്തിലൊരു ആദ്യത്തെ അനുഭവമാണ്. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷവും അതുപോലെ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി ഒരു പ്രത്യേക ദൈവിക വലയത്തിൽ ചെന്ന് പെട്ട പോലെ ഉള്ള ഒരു അനുഭവം എനിക്കുണ്ടായത്. അപ്പോൾ അത് സാറിൻ്റെ ഇവിടുത്തെ ആദി സാറിൻ്റെ മറ്റ് എല്ലാവരും സഹകരണം കൊണ്ട് നമുക്ക് ഇതെല്ലാം വിജയകരമായി തീർക്കാനും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം കൂടിയാണ്. നന്ദി, നമസ്കാരം. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. നമ്മുടെ മനസ്സിൻ്റെ വ്യാകുലതകളും മറ്റുള്ള വിഷമങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ആത്മീയമായ ബോധം നമ്മളിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഗ്രാമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ചിദംബരേശം ഹൃദി ഭാവയാമി.
गीतं फणिभूषणाङ्गं गणेशतातं धनस्य मित्रं कन्दर्पनाशं कमलोत्पकाशं चिदम्बरेशं हृदि भावयामि। रमेशवन्द्यं व्रजदात्रिनाथं श्रीवामदेवं भवदुःखनाशं रक्षाकरं राक्षसपीडितानां चिदम्बरेशं हृदि भावयामि। देवादिदेवं जगदेकनाथं देवेशवन्द्यं शशिकाण्डचूडं गौरीसमेतं कृतविघ्नदक्षं चिदम्बरेशं हृदि भावयामि। वेदान्तवेद्यं सुरवैरिविघ्नं शुभप्रदं भक्तिमदान्तराणां कालान्तकं श्रीकरुणाकटाक्षं चिदम्बरेशं हृदि भावयामि। हेमाद्रिचापं त्रिगुणात्मभावं गुहात्मजं व्याघ्रपुरी समाद्यं श्मशानवासं वृषवाहनादं चिदम्बरेशं हृदि भावयामि। आद्यन्तशून्यं